ഇതാണ് നമ്മുടെ ഷിപ്പ് ലെ റെജിന ക്രൂസിൻ്റെ ഉൾക്കാഴ്ചയാണ്. അത്യാവശ്യം നല്ലൊരു റൂമും കാര്യങ്ങളാണ്. ഒരു വിയറ്റ്നാമിൽ വന്നിട്ട് ഒരു നല്ല കാര്യം എനിക്ക് നടന്നത് ഈ ഒരു സംഭവം തന്നെയാണ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആണ്. ഒരാൾക്ക് സുഖമായിട്ട് ഇവിടെ വന്ന് താമസിക്കാം. അതൊരു ഇത് ഞാൻ പറയുക ഇവിടെ ഒരു 2 ദിവസം 3 ദിവസമൊക്കെ വന്ന് താമസിക്കാൻ പറ്റാവുന്ന ഒരു ക്രൂസും ഇതുമാണ്. പിന്നെ ഇതാണ് മറ്റേ ബോട്ടിൽ പോകേണ്ടവർക്ക് പോവാം. അതിൻ്റെ ഈ പോകുന്ന ഈ കാണുന്ന പാറകളുടെ ഗുഹയുടെ ഉള്ളിലേക്കൊക്കെ പോകാൻ പറ്റും. ബിയർ വേണമെന്നുള്ളതൊക്കെയാണ് അവർ ചോദിക്കുന്നത്. ഇവർ അതുകൊണ്ട് വിൽപ്പന. നല്ല റേറ്റൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും നമുക്കൊരു എക്സ്പീരിയൻസ് എന്ന രീതിയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. അതാണ് ഈ ഷിപ്പിൽ പോകുമ്പോൾ നമ്മൾ കാണുന്ന കാഴ്ചകൾ. ഇങ്ങനെ മലകൾ, പല സ്ട്രക്ചറിലുള്ള മലകളാണ്. പണ്ട് തായ്ലൻഡ് പോയപ്പോഴേ ഏകദേശം ഒരു ഇതൊക്കെ തന്നെയായിരുന്നു കണ്ടിട്ടുണ്ടായിരുന്നത്. ഒരു നല്ലൊരു വ്യൂ കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ഉള്ളത്. നമ്മൾ After 5 minutes, the mobile will be late. If you're not at the reception area, this may be understand you are staying on cruise to relax. Thank you very much and enjoy time. നെക്സ്റ്റ് പ്രോഗ്രാംസ് കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇതാണ് ഇവിടുത്തെ ടോയ്ലറ്റിൻ്റെ. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ടോയ്ലറ്റും കാര്യങ്ങളുമാണ്. ഉള്ളിൽ അത്യാവശ്യമുണ്ട്. ഉള്ളിൽ അങ്ങനെ കുളിക്കാനുള്ളത് കാര്യങ്ങളൊക്കെ. അപ്പം ഇതാണ് ഇതിൻ്റെ ഉള്ളിലെ ഒരു ഇത്. വിയറ്റ്നാമിൽ വന്നിട്ട് ഒരു നല്ല കാര്യം നടന്ന ഈ ഒരു സംഭവമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ കപ്പലിൻ്റെ ഉൾഭാഗം. ഇതിങ്ങനെ ഫ്രണ്ടേജാണ്. ഇവിടെ റിസപ്ഷൻ. ഇവിടുന്ന് ഇങ്ങനെ റൂംസ് സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. ഇവിടുത്തെ ഓരോ സാധനങ്ങൾ, അലങ്കാര വസ്തുക്കൾ എന്നൊക്കെ പറയും. ഇതാണ് റൂമിൻ്റെ നടവഴി. ഇതാണ് എൻ്റെ റൂം ഞാൻ നേരത്തെ കാണിച്ചെന്ന. അങ്ങനെ ഇതിൻ്റെ മുകളിലെ ഡക്കിലേക്ക് പോകുമ്പോൾ എന്താ പറയുക, സ്റ്റെപ്സ് ഇങ്ങനെയാണ്. നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ എത്തിയിരിക്കുകയാണ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഒരു കാഴ്ചയാണത്. ഇതിൻ്റെ മുകളിലേക്കുള്ള സെക്കൻഡ് ഫ്ലോറിലേക്കാണ്. ഫസ്റ്റ് ഫ്ലോറിൻ്റെ ഇടനാഴിയിലൂടെ പോയി കഴിഞ്ഞാൽ നമ്മൾ നേരെ എത്തുന്നത് ഒരു ബാൽക്കണി ഇവിടെയാണ്. അവിടെ നിന്ന് അത്യാവശ്യം നല്ല കാഴ്ചകളൊക്കെ കാണാം. മലയുടെ പല സ്ട്രക്ചേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള പോലെ തന്നെയുള്ള കാഴ്ചകൾ. പല ഷിപ്സ് ഉണ്ട് ഇവിടെ ഇതേപോലെയൊക്കെ തന്നെയുള്ള. ഇതാണ് ഒന്നുകൂടി ബെറ്റർ എന്നാണ് മെക്ക് മൈ ട്രിപ്പ് നമ്മളെ ടീം പറഞ്ഞത്. വിശ്വസിക്കാം. നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ഇവിടുത്തെ റെസ്റ്റോറൻറ്റ്, അതായത് നമുക്ക് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. ചില ഭക്ഷണം കഴിക്കാം. ആണ് നമ്മൾ ഫുഡ് കഴിക്കുന്ന ഏരിയ. ജസ്റ്റ് അത്യാവശ്യം നല്ലൊരു ഏരിയ ആണ്. അത്യാവശ്യം നല്ല ഫുഡും ആയിരുന്നു ഇവിടെ, മോശമല്ല. നമ്മൾ മുകളിലത്തെ ഡെക്കിലേക്ക് ഒന്ന് പോവുകയാണ്. സെക്കൻഡ് ഫ്ലോർ. അപ്പം നമുക്ക് നോക്കാം എന്താണ് അവിടെ. ഇവിടെ ജസ്റ്റ് റൂംസ് തന്നെയാണുള്ളത്. റൂമും കാര്യങ്ങളും തന്നെയാണുള്ളത്. ഇതിൻ്റെ മുകളിലത്തെ ഡെക്ക്, അതായത് 3rd ഫ്ലോറിലേക്ക് നമുക്ക് പോകുന്നത്. ഇവിടെ ഓപ്പൺ ഫീൽഡാണ്, ഓപ്പൺ ഏരിയ ആണ്. ഇതൊന്നും ഇതായിരിക്കാം ഇവിടുത്തെ മെയിൻ ഏരിയ. വൈകുന്നേരം വന്ന് റിലാക്സ് ചെയ്യാനും അതിനൊക്കെ വേണ്ടിയിട്ടുള്ളൊരു ഏരിയ ആണ് ഇവിടെ. അത്യാവശ്യം നല്ലൊരു സ്പേഷ്യസും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. ഇപ്പോൾ നല്ല വെയിലാണ്. അപ്പം അങ്ങനെ ആരും ഇവിടെ വന്നിരിക്കുന്നില്ല. ചെറിയൊരു ബാറും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഏരിയ ആണ്. പക്ഷെ എന്നാലും തമ്മിലത്തേക്ക് വരുമ്പോൾ നല്ല അത്യാവശ്യം നല്ല കാറ്റുണ്ട്. കാരണം ഒരു എന്താ പറയുക, ഒരു മലകളും ഇതുമെല്ലാം നിറഞ്ഞിരിക്കുന്നൊരു ഇതിൻ്റെ നടുവിലാണല്ലോ. അപ്പോൾ അത്യാവശ്യം നല്ല വ്യൂ ഉണ്ട് ഇവിടെ, അത് കാണാൻ കഴിയുന്നുണ്ടോ. പിന്നെ ഇതാണ് ഈ ഒരു പുതിയൊരു ഷിപ്പിൻ്റെ ലെ റെജിന ക്രൂസ്.
ഗ്രാൻഡ് ക്രൂസ് എന്നാണ് ഇതിൻ്റെ പേര്. ലാ റെജീന ഗ്രാൻഡ് ക്രൂസ്. ബാക്കിയെല്ലാം അത് കണ്ടു ഇഷ്ടംപോലെ. ഇതിപ്പം ഇവിടെ വിയറ്റ്നാമിൻ്റെ ഒരു ഏറ്റവും വലിയൊരു എന്താ പറയുക, ടൂറിസ്റ്റ് മേഖലയിൽ നിന്ന് കിട്ടുന്നൊരു വരുമാനത്തിൻ്റെ ഏറ്റവും വലിയൊരു ഇതാണ് നിങ്ങളീ കാണുന്നത്. എന്തുകൊണ്ട് നമുക്ക് നമ്മളെ നാട്ടിൽ ഇതേപോലെ നടത്തിക്കൂടാന്ന് ചോദിച്ചാൽ ഇവിടെ ഗവൺമെൻറ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, നമ്മളതിലേക്ക് പോകുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ല എന്താ പറയുക ബ്യൂട്ടി, സീനിക് ബ്യൂട്ടിയൊക്കെ ഉള്ള ഒരു ഏരിയ, അതിന് പറ്റുന്ന ഒരു എന്താ ഇതിന് അനുയോജ്യമായിട്ടുള്ള ആൾക്കാർക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, അത് വെറുതെ ഇവിടെ എന്തെങ്കിലും ചെറിയ എന്തെങ്കിലും ബോട്ട് പോലെ കാണിച്ച് കൊണ്ടുപോയി വെക്കുന്നതല്ല. ഷിപ്പെന്ന് പറഞ്ഞാൽ ഷിപ്പാവണം, അല്ലെങ്കിൽ ക്രൂസ് എന്ന് പറഞ്ഞാൽ ക്രൂസ് ആവണം. അങ്ങനത്തെ ഒരു സംഭവം തന്നെയാണ് ഇവിടെ. ഇതിൻ്റെ നമ്മളെ ഫ്രണ്ട് ഭാഗത്തേക്കാണ് ഇപ്പോൾ പോകുന്നത്. ഫ്രണ്ട് ഭാഗത്ത് നമ്മളങ്ങനെ എത്തുകയാണ്. വേറൊരു താഴോട്ടേക്കുള്ളൊരു വശമാണ് കാണുന്നത്. ഫ്രണ്ട് ഭാഗത്തേക്ക് എത്തുമ്പോൾ ഇതേപോലെ ചെറിയൊരു കുട്ടികൾക്ക് കളിക്കാനുള്ളൊരു ഏരിയയാണ്. പിന്നെ ഇതാണ് ഫ്രണ്ട് ഭാഗം. നല്ല അത്യാവശ്യം നല്ല വ്യൂ കാര്യങ്ങൾ. ഞാൻ ഇതുകൊണ്ടാണ് പറഞ്ഞത് ഇവിടെ വന്ന് ഈ ഒരു സംഭവം വിയറ്റ്നാമിൽ വന്നിട്ട് എനിക്ക് നല്ലൊരു കിട്ടലാണ്. അപ്പോൾ ഇതിൽ തന്നെ ഇരിക്കുന്നവർക്ക് വേണമെങ്കിൽ കയാക്കിങ്ങിന് പോകാം, അല്ലെങ്കിൽ ബാംബു ബോട്ടിൽ പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മലകളുടെ ഇടയിലൂടെ ഗുഹയിലൂടെ ഒക്കെ പോയിട്ടുള്ള, നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽ ആയിട്ട് സഞ്ചാരത്തിലൊക്കെ ഉണ്ട്, തുള്ളിയൊക്കെ പോയിട്ടുണ്ട്. ഞാൻ പോയിട്ടില്ല, എനിക്ക് അത്യാവശ്യം ധൈര്യമുള്ളതിനെ കൊണ്ട് ഞാൻ പോകുന്നില്ല. അപ്പം ഞാൻ അതുകൊണ്ട് ഇവിടെ ഇന്നുകൊണ്ട് നമുക്ക് നല്ല വ്യൂസും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. എനിക്ക് തോന്നുന്നു സൂര്യൻ ഇവിടെ ആയതിനെക്കൊണ്ട് സൂര്യൻ്റെ സൺസെറ്റും നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗത്തു നിന്ന് കാണാൻ പറ്റും. ഇതിൽ ഏതാ നോർത്ത്, സൗത്ത്, ഈസ്റ്റ്, വെസ്റ്റ് ഒന്നും പുറത്തും കിടത്തില്ല. എന്നാലും അത്യാവശ്യം നല്ലൊരു വ്യൂവും കാര്യങ്ങളൊക്കെ ഉള്ളൊരു ഇതാണ്. ആർക്കും വന്ന് ട്രൈ ചെയ്യാവുന്നൊരു സംഭവമാണ്. എന്നെ സംബന്ധിച്ച് ഇവിടെ വിയറ്റ്നാമിൽ വരികയാണെങ്കിൽ. ബാക്കി ഇവിടുത്തെ ലാംഗ്വേജാണ് വേറൊരു ഇഷ്യൂ. പക്ഷെ എന്നാലും നിങ്ങൾ നല്ലൊരു ടൂർ ഏജൻസിയൊക്കെ ബുക്ക് ചെയ്തിട്ട് വരികയാണെങ്കിൽ വലിയ പ്രശ്നമൊന്നുമില്ല. ഓക്കെ.